പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. അപ്പം ഇങ്ങനെ വൈകാരികതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ്. പക്ഷേ വിവാദങ്ങളുടെ പേരിലായിരുന്നെങ്കിൽ അതായിരുന്നില്ല ഞാൻ പറയേണ്ടിയിരുന്നത്. അതായത് 9 അവാർഡുകൾ കിട്ടിയ ഒരു സിനിമ മികച്ച സിനിമയായില്ല. എ.ആർ. റഹ്മാൻ്റെ പാട്ടുകൾ ഇതിനോടകം വളരെ പോപ്പുലറാണ്. വീണ്ടും അത് റീവർക്കൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവാർഡ് കിട്ടണമെന്നൊന്നുമുള്ളതല്ല. പക്ഷെങ്കിൽ അത് കിട്ടാമായിരുന്നു. ഫങ്ഷൻ റഹ്മാനെ പോലെ ഒരാൾ വന്നൊരു അവാർഡ് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ഓണറായിരുന്നു. ആടുജീവിതം എന്ന സിനിമ 65ാമത്തെ ദിവസം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ, പ്രത്യേകിച്ച് എഴുത്ത് ഒക്കെ, അതിനൊന്നും വലിയ പ്രാപ്തിയുള്ള ഒരാളായിട്ട് ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാഴ്ച തൊട്ട് കളിമണ്ണ് വരെ എടുത്തു നോക്കിയാലും ആ സിനിമകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ ഒരു വ്യത്യസ്തത, ഈ പറഞ്ഞ ഗുരുവിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അദ്ദേഹത്തിന് ദോഷമുണ്ടാക്കാത്ത സിനിമകൾ തന്നെയായിരുന്നു. പക്ഷേ കൽക്കട്ട ന്യൂസ് എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് അതൊരു നല്ല സിനിമയല്ല എന്നുള്ള, ബ്ലസ്സി സിനിമയല്ല എന്ന് വരെ പറഞ്ഞൊരു വിവാദങ്ങളുണ്ടായിരുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആക്ഷൻ കൂടുതലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് കൊമേഴ്സ്യൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്ലസ്സി സിനിമയല്ല എന്ന് തന്നെ. എനിക്കായിട്ട് അങ്ങനെ പുതിയ ഭാഷയൊന്നുമില്ല സിനിമയുടെ ഞാനായിട്ടുള്ള. അപ്പോൾ ഓരോ സിനിമ എങ്ങനെയാണ് ആ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് എന്നനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അസ്വാഭാവികമെന്ന് തോന്നുന്നു. പക്ഷേ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കൊൽക്കട്ടയിൽ വെച്ചിട്ടെന്നാണ് വെച്ചാൽ സ്വർണ്ണകാച്ചിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കമൽ സാർ പോലും ഒരു ദിവസം ഒരാഴ്ച പോലും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് സെറ്റിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് നമ്മളറിയാത്ത ജീവിതങ്ങളുണ്ട് എന്നുള്ളത് ഉള്ളൊരു തിരിച്ചറിവാണ് സിനിമയിലൂടെ പറയാൻ പറ്റിയിട്ടുള്ളത്. അപ്പം അതിന് കുറച്ച് ഒരു കൊമേഴ്സ്യൽ ആംഗിൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിന് മറ്റു കാര്യത്തിനൊക്കെ ഒരു സാധാരണ കഥയുടെ ഒരു സ്വഭാവത്തിലെത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ആ സിനിമയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ആ സിനിമയിൽ നമുക്ക് എന്താ പറയുക, വ്യത്യസ്തമായ ഒരു ഭൂമികയിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റി. അതിലെ പാട്ടുകളാണേലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവരുടെ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ നമ്മൾ സെറ്റിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഇത് ഒരു സ്ത്രീയെ മോശമായി സംസാരിച്ച് വലുതാകാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ത്രീയെയും ഇഷ്ടമാണ്. അത് രഹസ്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തുറന്ന് കാട്ടുമ്പോൾ, പച്ചയായി തുറന്ന് കാട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരിതുണ്ടല്ലോ. നമ്മൾ ഇപ്പം ഇത്തരം ബ്രോത്തൽ ഹൗസുകളുടെ കഥ പറഞ്ഞിട്ടുള്ള സിനിമകൾക്കൊക്കെ ഒരു പബ്ലിക് ആക്സെപ്റ്റൻസ് പലപ്പോഴും കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ചാരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഈവൻ സൂത്രധാരൻ, അങ്ങനെയുള്ള പല സിനിമകളിലും ആ ജീവിതം കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മോഹം ചുളുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഞാൻ ഒരു പെട്ടെന്ന് ഓടിച്ചാടി ചെയ്യുന്നൊരു സിനിമ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം നമ്മൾ അതിലൂടെ യാത്ര ചെയ്ത് എനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമാണ്. അത് ചിലപ്പം പ്രേക്ഷകർക്ക് പല ശരി ആയിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കത് തെറ്റായിട്ട് തോന്നണമെന്നില്ല. അങ്ങനെ പല ആൾക്കാരും ഞാനത് ചെയ്യേണ്ട സിനിമയായിരുന്നില്ല എന്ന് പിന്നീട് പറയാം. അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ സിനിമയെ സമീപിക്കുമ്പോൾ ആ സിനിമയുടെ കഥയുടെ മുഖ്യതന്തു അതായിരുന്നില്ല. ബ്ലാക്ക് മാജിക് ആയിരുന്നു അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് മാജിക്കും അതുപോലുള്ള ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നൊരു സ്ഥലം കൂടാണ് ഈ കൊൽക്കത്തയിലെ ഗ്രാമങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള
ഒരു തോട്ടിൽ നിന്നാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷേ അത് കുറച്ച് പഠനം നടത്തുന്ന സമയത്ത് തന്നെ ഇതൊരു കഥയല്ല, ഇത് വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് അതിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇത് ഞാൻ സിനിമയായി കാണിക്കുമ്പോൾ, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കാണിക്കുമ്പോൾ, ഇപ്പോൾ അവിടെ ഒരിടത്ത് നമ്മളിപ്പോൾ ഒരു യോനി പൂജ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അത് ഒരു ആ സ്ത്രീലിംഗത്തിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് മറ്റേ കാലിൽ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ടാണ് ഈ പൂജ ചെയ്യുന്നത്. ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ട് ഒരു പൂജ ചെയ്യുന്നതിന് ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടും പറ്റില്ല. ആഭിചാരക്രിയകളോടുകൂടിയുള്ള ഒരുപാട് അനുഷ്ഠാനങ്ങൾ ഉള്ള ഒരു കഥയായിട്ട് മാറിയപ്പോൾ അത് എൻ്റെ സിനിമയിലൂടെ പറയുമ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും അതിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ടായാൽ അത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ഇടയ്ക്ക് വെച്ച് അത് മാറ്റിയിട്ട് വേറെ സൈക്കോളജിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് തമ്പി ആൻ്റണി ചെയ്തിട്ടുള്ള ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ആകുന്നത്. അങ്ങനെ ഒരു ഞാൻ ഇറങ്ങിത്തിരിച്ചതിൽ നിന്ന് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനായിട്ട് മാറി എന്നുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഉടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ആ സിനിമയ്ക്ക് അത്തരം രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ഞാൻ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറ്റബോധമൊന്നുമില്ല. ഈ ഇത്രയും വലിയൊരു കലാജീവിതത്തിനിടയിൽ ഏറെ സമയമെടുത്ത് ചെയ്ത ഒരു വലിയ വർക്കാണ് ക്രിസ്റ്റോഫൻ തിരുമേനിയുടെ ഡോക്യുമെൻ്ററി. വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയതിന്. പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ പത്മനാഭ സാറ് കഴിഞ്ഞാൽ ക്രിസ്റ്റോഫൻ തിരുമേനിയുടെ ഒരു പടവും ഇവിടെ ഉണ്ട്. മദനം വരച്ച പെയിൻറ്റിംഗ് ആണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റോഫൻ തിരുമേനിയുടെ അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഇത്രയും സുദീർഘമായ ഒരു 4 മണിക്കൂറുണ്ടെന്ന് അല്ലേ, 4 മണിക്കൂറിന് മേൽ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെൻ്ററിയാണ് ഇന്നത്തെ നമ്മുടെ PM നരേന്ദ്രമോദി മുതൽ ഇന്നത്തെ CM പിണറായി വരെയുള്ള അനവധി സെലിബ്രിറ്റീസൊക്കെ അദ്ദേഹത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന വളരെ വൈപുല്യമാർന്നൊരു ശരിക്കും ക്രിസ്റ്റോഫൻ തിരുമേനി അടയാളപ്പെടുത്താവുന്ന ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ്. അതിനെ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ക്രിസ്റ്റോഫൻ തിരുമേനി വന്നത്? ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് അറിയാത്ത ഒരു കാലഘട്ടം, അത് ഏറ്റവും തിരിച്ചറിയപ്പെടാനായിട്ടും അദ്ദേഹം മനുഷ്യനോടും അദ്ദേഹത്തിൻ്റെ ചിന്തകളോടും ഒക്കെ എത്രയോ ഉയരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് തിരിച്ചറിയുന്നതാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ. അപ്പം അത് ഈ കാലം അത്രയും നമ്മൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഓരോ എപ്പിസോഡായിട്ട്, കാരണം ഇത്രയും ബഹുത്തായ ഒരു എപ്പിസോഡുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്നു. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം എന്തിന് ഞാൻ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അത്രയധികം ചിന്തകൾ കൊണ്ടും വ്യക്തിജീവിതം കൊണ്ടും ഒക്കെ വലിയ ഒരു ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ക്രിസോസ്റ്റം തിരുമേനി. എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള എൻ്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഇന്നില്ല, പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ദീപ്തമായ ഒരുപാട് ചിന്തകൾക്ക് ഒക്കെ ഇനിയും പ്രസക്തിയുണ്ട്. അത് നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടതായിട്ടാണ് എന്നുള്ളത് ഒക്കെ ഈ ഡോക്യുമെൻ്ററിയിലൂടെ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ യുഗപുരുഷന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ ഇവരെ അടുത്ത തലമുറയിലേക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു സമ്പ്രദായങ്ങളും ഇല്ല. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സെലിബ്രിറ്റീസിനെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കും. ഇവിടെ അങ്ങനെ ഒരു ശാഖയും ഇല്ല. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിനെ ഒരു തമാശ, ഇപ്പം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്, ഇപ്പം സ്വർണ്ണനാവുകാരൻ, തമാശ പറയുന്ന തിരുമേനി, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിനെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്ന തമാശ എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ ശ്രമിക്കുന്നത്. അദ്ദേഹമായിട്ട് നല്ല ആത്മബന്ധമായിരുന്നു അല്ലേ? വളരെ 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 നല്ല ഓർമ്മകളുണ്ടോ അദ്ദേഹമായിട്ട്? ഒരുപാട് ഞങ്ങൾ ഡൽഹിയിൽ ഒക്കെ പോയി ദിവസങ്ങളോളം താമസിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയും അദ്ദേഹത്തിന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് വാരി കൊടുക്കാൻ പറ്റുക,
അങ്ങനെയുള്ള ഒരു അത്ര ആത്മബന്ധം ഒരു എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും തിരിച്ചും അദ്ദേഹം അങ്ങനെയാണ് കരുതിയിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ഷൂട്ടിംഗ്? അന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് ക്രിസ്മസ് തിരുമേനിയെ എത്ര കണ്ട് അറിയുമോ എന്നൊന്നും അത് ആ ഷൂട്ട് ചെയ്ത് കഴിച്ച സമയത്ത് എങ്ങനെയാണ് തോന്നുന്നത്? നമ്മളൊരു ശരിക്കും ഒരു 5 to 10 minutes ആണ് നമുക്ക് പ്രൈം മിനിസ്റ്ററെ അനുവദിച്ചത്. പക്ഷേ നമ്മളൊരു അരമണിക്കൂറിന് മുകളിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. അദ്ദേഹത്തിന് വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസോസ്റ്റം തിരുമേനിയെ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, ഡൽഹിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാം എൽക അദ്വാനി, ഷീല ദീക്ഷിത്, കേജ്രിവാൾ, യെച്ചൂരി, പ്രകാശ് കാരാട്ട്, അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പ്രത്യേകിച്ച് ഒരു 100 വയസ്സിൻ്റെ നിറവിൽ നിന്നിട്ടാണ്, 100 വയസ്സാകുന്നതിന് മുമ്പാണ് മോദിജിയുമായിട്ടുള്ള കൂട്ടിക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ബിഷപ്പിൻ്റെ അടുത്ത് ഇത്രയും സമയം സംസാരിച്ച് ഒരു പൊതുകാര്യങ്ങൾ സംസാരിച്ചിരിക്കുക, ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത് പബ്ലിക്കിലേക്ക് എത്തിയപ്പോൾ ഇത്രയധികം ഫ്രീ ആയിട്ട് പ്രൈം മിനിസ്റ്ററിനെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം വളരെ ചിരിച്ച് സന്തോഷത്തോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ടെൻഷനുകളൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും രീതികളിൽ തിരുമേനിയോടൊപ്പം ചേരുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു എൻ്റെ ഡയറക്ടർ നിലയിൽ ഇത്രയും പേര് ഷെയർ ചെയ്തിരുന്നില്ലെങ്കിലും ആര് പറഞ്ഞതാണ് താങ്കളെ കുറച്ചെങ്കിലും ഭയങ്കര ഉള്ളുകൊണ്ട് നനയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നിയതെങ്കിലും ആരെങ്കിലും? വളരെ വ്യത്യസ്തമായ തോട്ടുകളല്ലേ ഓരോന്നിലും വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയൊക്കെ ആണ്ട് 1 മണിക്കൂറിന് മേലെ തിരുമേനിയുമായിട്ട് സംസാരിക്കുന്ന ഇതുണ്ട്. അപ്പം ഈ അതിൽ ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ എത്രത്തോളം ആഴത്തിൽ മനുഷ്യൻ മോണോഗാമസ് ആണോ പോളിഗാമസ് ആണോ എന്ന് വരെയുള്ള തിരുമേനിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ലാലേട്ടനുമായിട്ടുള്ള സംസാരത്തിലാണെങ്കിൽ പോലും ലാലേട്ടൻ്റെ അടുത്ത് ഈ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈശ്വരൻ്റെ ആവശ്യമില്ലെന്നാണ് തിരുമേനി പറയുന്നത്. അപ്പം തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഈശ്വരൻ ഉള്ളതെന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ ഓരോന്നിനും വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരുമായിട്ടുള്ള സംസാരം. ആടുജീവിതത്തെക്കുറിച്ച് പറയാതെ നിവർത്തിയില്ല. പക്ഷേ പ്രസിഡന്റ് ഇതുവരെയുള്ള സിനിമകളിൽ വ്യത്യസ്തമായിട്ട് മറ്റൊരു നോവലിനെ ആസ്പദമാക്കിയിട്ട് ആ സിനിമ ചെയ്യുന്നു. അതിന് 4 വർഷം ഒരു ഏറ്റവും കൂടുതൽ ദൈർഘ്യമെടുത്ത് ചെയ്ത ഒരു സിനിമ കൂടിയാണ്. അതിനുണ്ടായ പ്രതിസന്ധികളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കേട്ടതാണ്. ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണോ ആടുജീവിതം ഇതുവരെ ചെയ്ത സിനിമകളിൽ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സിനിമ ഇല്ലല്ലോ. ആടുജീവിതം ഒരു വലിയ വർക്കായിട്ടും ആ വർക്ക് നല്ല വർക്കായിട്ടും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും എന്ന് പറയുന്നത് ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. നമ്മൾക്ക് വാഴ്ത്തപ്പെട്ട സിനിമകൾ ആണ് ഏറ്റവും നല്ല സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളങ്ങനെയാണല്ലോ പറയാം, നമ്മുടെ വീട്ടിലെ കുട്ടികളും വലിയ മിടുക്കന്മാരെക്കുറിച്ച് നമ്മൾ പറയത്തില്ല, കുറച്ചധികം ശ്രദ്ധിക്കാത്ത ആൾക്കാരെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പളുങ്കൊക്കെ ഒരുപാട് വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെട്ടില്ല, ആ രീതിയിൽ അത് സംസാരിച്ചു, പൊളിറ്റിക്സ് വന്നില്ല. അതെ. അതായത് ബന്ധങ്ങളുടെ ഇത് ഭാര്യ വള ഊരി കൊടുക്കുമ്പം ലാഭം കിട്ടിയാൽ എനിക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചു തരണമെന്നും വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരണമെന്നൊക്കെ പറയുന്ന ഭർത്തൃ ബന്ധങ്ങളുടെ അവസ്ഥ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലാഭം കിട്ടുകയാണെങ്കിൽ എനിക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാമോ, അങ്ങനെയാണെങ്കിൽ മതി കാര്യങ്ങൾ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കുന്നത്. അതെ. അപ്പം നമ്മുടെ മനസ്സ് ദേവാലയങ്ങൾ അതിനൊരു കെണിയാക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ കാലം സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ആ രീതിയിൽ ആസ്വദിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമായിട്ട് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് അന്നേരം അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സിനിമയുടെ ദൗത്യമല്ലേ ഈ രാഷ്ട്രീയം പറച്ചൽ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഈവൻ എല്ലാ സിനിമയ്ക്കും ഏതെങ്കിലും തരത്തിൽ നമ്മളെ വർക്ക് ചെയ്യുന്ന ഉണ്ടാകും. ഇപ്പം ശിവൻകുട്ടി, ഭ്രമരത്തിലെ ശിവൻകുട്ടി ഞാനിപ്പം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരാൾ ശിവൻകുട്ടിയാണ്.
കാരണം ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി എവിടെ പോയി എന്ന് പലപ്പോഴും മനസ്സിന് ആലോചിക്കേണ്ടി വരും. അപ്പം അത് നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നജീബിനെ സംബന്ധിച്ചിടത്തോളം നജീബിൻ്റെ കഥയുടെ ഒരു സൃഷ്ടി ഞാനല്ല. ആ കഥയെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അതിൻ്റെ തിരക്കഥയുടെ രൂപം കുറേ സീനുകളൊക്കെ മാറ്റി പുതുതായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സിക്യൂഷനാണ്, അതിനെ കൺസീവ് ചെയ്തതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്നത്, എഴുത്തിനേക്കാട്ടുപരി. പക്ഷേ എഴുത്തിൻ്റെ അകത്ത് വലിയൊരു മാജിക്ക് ഉണ്ടായിട്ടുള്ളൊരു സിനിമ കൂടെയാണ്, മറ്റ് സിനിമകളേക്കാൾ കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു കഥ, അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അത് ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടിന്യൂറ്റി വേണ്ട. ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ വരുമ്പോൾ അടുത്ത മാനസികാവസ്ഥയിൽ, അടുത്ത സാഹചര്യത്തിൽ, അടുത്ത ദിവസങ്ങളിലാണ്. ഒരു ടൈമും സ്പേസും ഒന്നും ബാധകമല്ല. പക്ഷേ സിനിമയ്ക്ക് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് ഒരു വലിയ തുടർച്ച ആവശ്യമാണ്, ഇതിനൊരു വളർച്ച ആവശ്യമാണ്. ആ വളർച്ച കൊണ്ടാണ് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്, കാണാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടാതെ കഴിഞ്ഞ സീനിൻ്റെ തുടർച്ചയിലാണ് ഈ സീൻ സംഭവിക്കുമ്പോൾ മാത്രമേ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പല പല സീനാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് മുള്ളിയിട്ട് വരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അപ്പം ഇത് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ സിനിമ കോർത്തെടുക്കുക എന്ന് പറയുന്നതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ല, പിന്നെ രാജു അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞത് അത് ബ്ലസിയേട്ടൻ്റെ തപസ്സായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബ്ലസിയേട്ടനല്ലാതെ വേറൊരാൾക്ക് ആ സിനിമ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് വരെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും, പല സമയങ്ങളിലും. അത് ശരിയായിരുന്നു ഒരു പരിധി വരെയെങ്കിലും. പലർക്കും പ്രയാസം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇത്ര. ഞാൻ കളിമണ്ണ് കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷമാണ് ഈ സിനിമ റിലീസാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് ഇതൊന്നും മറ്റേതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളല്ല. അപ്പം പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് പലപ്പോഴും ഇപ്പോൾ തോന്നുമ്പോഴാണ് ഈ വർഷങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം ഫുള്ളി നമ്മൾ ഇൻവോൾവ് ആയിരുന്നു അതിൻ്റെ അകത്ത്. ഒന്നും പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് ചെയ്യാം, ഇത് ചെയ്തേ അടങ്ങൂ, ചെയ്തേ മരിക്കൂ എന്നുള്ളൊരു തീരുമാനമാണ്. അതാണ് ആ സിനിമയുടെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു വിവാദങ്ങളുടെ ഇടങ്ങളിലൊന്നും എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ബഷീറിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ആദ്യമായിട്ട്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാവുന്ന ബഷീറിനെ ആദ്യമായിട്ട് പറഞ്ഞു പിന്നെ AR റഹ്മാന് അതിൻ്റെ മ്യൂസിക്കിന് അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു, പരിഗണിക്കേണ്ടതായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ശബ്ദം വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും വലിയ ഒരു കലാകാരൻ മലയാളത്തിലേക്ക് വന്നപ്പോൾ രണ്ട് കാര്യമാണ് ഇതിന്. അത് എല്ലാവരും, കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ പറയേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും പറയുക എന്ന് പറയാം. അപ്പം അതാണ് ആദ്യത്തെ അതിൻ്റെ ഒരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം തന്നെ അത് ഒഴിച്ചു നിർത്തുന്നതിൻ്റെ അകത്ത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ പല പ്രാവശ്യവും ദാസേട്ടനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലാത്തതുണ്ട്. ഒരു ഓസ്കർ. AR റഹ്മാൻ്റെ പാട്ടുകൾ ഇതിനോടകം വളരെ പോപ്പുലറാണ്. ഇപ്പോൾ പാട്ടുകളെക്കാട്ടുപരിയായിട്ട് അതിൻ്റെ റീറെക്കോർഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളതാണ്. വെച്ചാൽ ആദ്യം ഒരു സെറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റീവർക്കൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവാർഡ് കിട്ടണമെന്നൊന്നുമുള്ളതല്ല. പക്ഷെങ്കിൽ അത് കിട്ടാമായിരുന്നു, അല്ലെങ്കിൽ അതിന് പകരം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പാരിസൺ അല്ല. അത് ഒരിക്കലും അവാർഡിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം, ഒരു പെട്ടെന്നുണ്ടായ ഒരു റിഫ്ലെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ആഗ്രഹിച്ചു അവർക്ക് ജൂറിക്ക് ആർക്ക് വേണേലും കൊടുക്കാം, അങ്ങനെ ആണല്ലോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടായ നമുക്ക് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ റഹ്മാനെപ്പോലെ ഒരാൾ വന്നൊരു അവാർഡ് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ഓണറായിരുന്നു. അത് നടന്നില്ല. പക്ഷേ വിവാദങ്ങളുടെ പേരിലായിരുന്നെങ്കിൽ അതായിരുന്നില്ല ഞാൻ പറയേണ്ടിയിരുന്നത്. അതായത് 9 അവാർഡുകൾ കിട്ടിയ ഒരു സിനിമ, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല അഡാപ്റ്റഡ് സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി, ഏറ്റവും നല്ല സൗണ്ട് റെക്കോർഡിസ്റ്റ്, മേക്കപ്പ്, സ്പെഷ്യൽ ജൂറി അവാർഡ്, സപ്പോർട്ടിംഗ് ആക്ടർ, കളറിസ്റ്റ്, ഇങ്ങനെ ഇത്ര, അതായത് ഒരു സിനിമയുടെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന
അതിൽ ഇനിയും മുഖ്യമായ ഉള്ളതിൻ്റെ അകത്ത് 2ഓ 3ഓ കാര്യങ്ങളോ ഒരു ആർട്ട് ഡയറക്ഷനും മ്യൂസിക്കും കോസ്റ്റ്യൂമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുമായി. അപ്പം ഈ ബാക്കിയെല്ലാം ലഭിച്ച എഡിറ്റിങ്ങും കൂടെ കഴിഞ്ഞാൽ ബാക്കി എത്രയധികം കാര്യങ്ങൾ ലഭിച്ചിട്ടും മികച്ച സിനിമയായില്ല. അപ്പം മികച്ച സിനിമയാകാനായിട്ടുള്ള ഇതിനെക്കുറിച്ചൊരു ഒരു ജൂറിയോ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതൊരു അത്തരം വിവാദങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ ഏൽപ്പിക്കുമ്പോൾ ജൂറിയുടെ തീരുമാനം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഇതിനോടൊക്കെയുള്ള നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മൂല്യം നഷ്ടപ്പെടുന്നു, അവാർഡുകളുടെ മൂല്യം നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കരുത് അവാർഡ് നിർണ്ണയം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊരു ചെറിയ ഇതുണ്ട്. ശരിക്കും വിവാദമാക്കണമായിരുന്നെങ്കിൽ അതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചാണ് അവാർഡ് സെറമണിക്ക് അന്ന് പറയണമെന്ന്. പിന്നെയും അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് അതിന് ആ രീതിയിൽ തന്നെ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അത് പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനൊരു ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം മികച്ച കിട്ടിയിട്ട് എന്ത് കാര്യം? നമുക്ക് ഏറ്റവും ആദ്യം ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? മികച്ച സിനിമ തന്നെയാണ്. നമ്മുടെ ഒരു വ്യക്തിഗതമായുള്ള അവാർഡുകളെക്കാൾ മികച്ച സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എല്ലാവർക്കും കൂടെ ലഭിക്കുന്നൊരു അവാർഡ്. അത് ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ അതിലും മികച്ച സിനിമ പോയിട്ട് 2ാമത്തെ മികച്ച സിനിമ പോലും ആയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ഏതാണ് ഇവർ ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ ഇതിനെ കണ്ടില്ല എന്ന് പറയുന്നതാണ്. ആദ്യ അവസ്ഥ മുതൽ ഇപ്പോൾ ചെയ്ത സിനിമകളിലെടുത്ത് നോക്കുമ്പോൾ ഈ ഛായാഗ്രാഹകരെ, സിനിമാറ്റോഗ്രാഫർ ഓരോ സിനിമയിലും ഓരോരുത്തരെയാണ് പരീക്ഷിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 2 സിനിമയിൽ മാത്രമേ ഉള്ളൂ സതീഷ് കുറുപ്പിനെ, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. അതുപോലെ നായികമാരെയും ഒരാളെ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ 2 കാര്യത്തിൽ? നായികമാർ നമുക്ക് പുതിയ ഒരു ക്യാരക്ടറാകുമ്പോൾ അതിന് മറ്റൊരു മുഖം ഉണ്ടാവണം ആലോചിച്ചിട്ട് തന്നെയാണ്. ക്യാമറാമാൻ്റെ കാര്യത്തിൽ അതിനൊരു കൃത്യമായ ഒരു മനഃപൂർവമായ കാര്യങ്ങളൊന്നുമില്ല. ഈ ആദ്യ സിനിമ തൊട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടും വലിയ സൗഹൃദത്തിൽ തന്നെയാണ് ഞാനുള്ളത്. അല്ലാതെ അവരുമായിട്ട് എന്തെങ്കിലും മോശമായ ഒരു ഇടപാടും കൊണ്ടല്ല അവരെ ഉപയോഗിക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറാമാനും സംവിധായകനും അവരുടെ ഒരു പ്രണയകാലമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമ്മളൊരു കഥയെ സംസാരിക്കുന്നു, എനിക്ക് അവരോട് സംസാരിക്കാനുള്ളത് സിനിമയെക്കുറിച്ച് മാത്രമായിരിക്കും തിരിച്ചും. അപ്പം അതിൻ്റെ ഒരു ഊഷ്മളത, വൈകാരികതയൊക്കെ കൂടുതൽ പുതിയ ബന്ധങ്ങൾക്കുണ്ടാകാവുന്നതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ കാണുകയാണ്. ചിലപ്പം ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒരു മനഃപൂർവമായ ഒരു പ്രശ്നങ്ങളൊന്നും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? എന്താ എന്നെ എടുക്കാത്തെന്തെങ്കിലും പരാതി പറഞ്ഞാലോ? പരാതിയല്ല, നമ്മൾ സ്നേഹത്തോടുകൂടി പലരും സംസാരിക്കാറുണ്ട്. കടുത്ത ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ ജീവിതത്തിൽ ഈശ്വര വിശ്വാസം പലയിടങ്ങളിലും തുളച്ചിട്ടുള്ള സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അത്ഭുതം വരെ നടന്ന സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഞാൻ എന്നെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ, പ്രത്യേകിച്ച് എഴുത്ത് ഒക്കെ, അതിനൊന്നും വലിയ പ്രാപ്തിയുള്ള ഒരാളായിട്ട് ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് സംഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആടുജീവിതം കഴിഞ്ഞിട്ട് ഞാനിവിടെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്, അടുത്തൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ഭയത്തോട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റേതെങ്കിലും പ്രേരണയാൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ എത്തുന്നു എന്നുള്ള രീതിയിൽ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഴുത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. നമുക്ക് മറ്റൊരാളൂടെ നമ്മളോടൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ അനുഭവിക്കാൻ കഴിയാറുണ്ട്.
എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു സൂചന തന്നാൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും നിമിഷം ഉണ്ടാവും എഴുത്ത്? ഒരിക്കലും ഒരു സീനും തലേന്ന് രാത്രിയിൽ അടുത്ത രാവിലെ എഴുതേണ്ടത് എന്താണെന്ന് ആലോചിച്ച് വെച്ചിട്ടല്ല ഞാൻ കിടക്കാറുള്ളത്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ അറിയാതെ തോന്നുന്ന തോന്നുന്ന കാര്യങ്ങളാണ് എഴുതി വയ്ക്കുക. അപ്പം പിന്നീട് അത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ ലോജിക്ക് പിന്നീട് ആലോചിക്കുമെന്നുള്ളതല്ലാതെ മുന്നേ ആലോചിച്ചിട്ടില്ല. അപ്പം മുന്നേ ആലോചിക്കാതെ ഈ കാര്യങ്ങളൊക്കെ വേറെ ആരോ ആലോചിക്കുന്നുള്ളതെന്നുണ്ടോ ഒരു അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സീനുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പം ഭ്രമരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ അപ്പം അത്ഭുതപ്പെട്ടിട്ടുള്ള ഭ്രമരം എഴുതി എനിക്ക് മുന്നോട്ടുള്ള കഥയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എഴുതുമ്പം വരെ എനിക്കറിയാം, പിന്നീട് എനിക്കറിയത്തില്ല. അപ്പം ശിവൻകുട്ടി ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് യാത്ര ചെയ്ത് ലോറിയിൽ ഇങ്ങനെ ഓടിച്ച് അവരെ ഭയപ്പെടുത്തി അവരുടെ ഉള്ളിലൊരു ഭയം വളർന്നുകൊണ്ടിരുന്നിട്ട് ഇയാളൊരു ഒരു കൊക്കയിലേക്ക് ഒരു മുനമ്പിലേക്ക് ചെന്ന് വണ്ടി ചവിട്ടി നിർത്തുകയും ആ സീൻ എഴുതിയപ്പോൾ എനിക്ക് രണ്ട് കാര്യമാണ് തോന്നിയത്. ഒന്ന്, എനിക്ക് സാറിനെ ഓർമ്മ വന്നു. പത്മനാഭൻ സാറിൻ്റെ ഒക്കെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇപ്പം ഒരു വിക്രിയകൾ എന്ന് പറഞ്ഞപ്പോൾ എന്നുള്ള രീതിയിലൊക്കെ തോന്നാവുന്ന രീതിയിൽ എനിക്ക് തോന്നി. പിന്നീട് തോന്നിയത് അപ്പോഴാണ് എനിക്ക് ഈക്കെന്താ വട്ടാണോ എന്ന് എനിക്ക് തോന്നുക. ഈക്കെന്തോ ഒരു ഉന്മാദത്തിലാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ ബിഹേവ് ചെയ്യുന്നതെന്ന്. ഞാൻ പിന്നീട് പുറയിലേക്ക് മറിച്ച് നോക്കിയപ്പോൾ എല്ലാം എഴുതി വെച്ചിട്ട് അയാളുടെ ചെവിയിൽ വണ്ട് മൂളുന്ന പോലെ അയാളൊരു പാതി നോട്ടമായി നോക്കി എന്ന് പറയുന്ന എല്ലാ ലക്ഷണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ അതിശയിക്കാതിരിക്കും? എനിക്ക് പോലും ബോധ്യമാകുന്നതിന് ശേഷമാണ് ഇയാളൊരു വല്ലാത്തൊരു ഉന്മാദത്തിലാണെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, അത് ഷൂട്ട് ചെയ്യുമ്പോഴാണേലും അല്ലാതാണേലും ഇപ്പോൾ ആടുജീവിതത്തിലൊക്കെ ഒരുപാട് പ്രകൃതിയൊക്കെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോ എഴുത്തിലും. ഒരിക്കലും ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു കഥ സെറ്റാക്കിക്കൊണ്ട് വന്നാൽ പോലും ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യ ഇടപെടലുണ്ടാവും. അങ്ങനെയാണ് അത് ഞാൻ ചില സമയത്ത് അതതിൻ്റെ ഗുരുത്വമായിട്ട് ഞാൻ കാണാറുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്ന ഏതോ ശക്തി അല്ലേ എവിടെ. അതുകൊണ്ടാണ് ഈ കടുത്ത ആ ഈശ്വരനിൽ എപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആ വിശ്വാസം ആണ്. അതെ, എനിക്ക് എൻ്റെ കഴിവുകളേക്കാൾ എൻ്റെ പരിമിതികൾ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ അങ്ങനെ ഒരു വലിയ ഒരുപാട് മാജിക്കലായിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ഒന്നും അല്ല. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ്. പക്ഷേ മമ്മൂക്കയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത് പോലും അങ്ങനെ ഒരു ശക്തിയായിരിക്കും എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാം. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ എൻ്റെ ശ്രമങ്ങൾ വളരെ കടുത്തതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരുക്കങ്ങളും കടുത്താണ്. അതുകൊണ്ട് തന്നെ ഒന്നും എൻ്റെ ഭാരങ്ങളല്ല. ഈ കഴിഞ്ഞ സിനിമകളൊന്നും എനിക്കൊരു ഭാരമല്ല, ആടുജീവിതം ഉൾപ്പെടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ പലരുടെയും പ്രശ്നം. ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ അത് ആടുജീവിതം എന്ന സിനിമ 65ാമത്തെ ദിവസമാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഞാൻ അതിന് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഭ്രമരം ഷൂട്ട് ചെയ്തതിൻ്റെ ക്ലൈമാക്സിൽ മറയൂർ, മൂന്നാർ എവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ മറയൂർ അവിടെ അവസാന ക്ലൈമാക്സ് പോർഷൻ, ആ ശ്മശാനം അടക്കുന്നതിൻ്റെ ആ രംഗത്ത് മകൾ അവിടെയാണ് അടക്കിയിരിക്കുന്നു പറയുന്ന സമയത്ത് ലളിത ചേച്ചിയുടെ ഒരു കരച്ചിലുണ്ട്. ആ അലറി വിളിച്ച് കരയുന്ന രംഗം കണ്ടിട്ട് ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് കരയുന്ന ബ്ലസ്സിയേട്ടനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ലൊക്കേഷനുകളുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം പ്രകടനങ്ങൾ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ പലപ്പോഴും? അല്ല, ഒരുപാടുണ്ട്. അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന എന്നെ അല്ലല്ലോ ഒരിക്കലും ചിത്രീകരണത്തിൻ്റെ സമയത്ത് കാണുന്നത്. ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു എൻ്റെ ഈ സോഫ്റ്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് പലപ്പോഴും എനിക്കും വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ സ്പീഡും എൻ്റെ ശബ്ദവും എൻ്റെ കമാൻഡിങ്ങും എല്ലാം വേറെയാണ്. അപ്പം ഇത് ആ
വിഷയത്തിനോട് നമ്മൾ ചെയ്ത് ഇന്ന തൊഴിലിൽ നമ്മളറിയാതെ നമ്മൾ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അത്ഭുതമാണ്. അപ്പം അതാണ് ലളിത ചേച്ചിയുടെ പെർഫോമൻസിലുണ്ടാകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അതങ്ങ് മേർജാവുകയാണ്. കഥാപാത്രത്തിൻ്റെയും റിയലുമായിട്ട് ചേർന്നിട്ട് വലിയൊരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഇത് നമ്മൾ ഒരു നമ്മുടെ ഒരു സൃഷ്ടിയിലും ഒക്കെ ഇപ്പം ഞാൻ തന്മാത്രയിൽ മകൻ വന്നിട്ട് അച്ഛനോട് ഞാൻ മയ്യേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് പറയുമ്പം സാറാരാ എന്ന് പറയുന്നത് ചോദിക്കുന്ന ആൾക്കാരെ ഭയങ്കരമായ പ്രയാസത്തിലാക്കിയിട്ട്, പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. ഞാൻ എഴുതുമ്പോഴും ഞാൻ കരയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വൈകാരികതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് ഈ കലാരൂപങ്ങളൊക്കെ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അത് കരച്ചിൽ മാത്രമല്ല, ചിരിയായാലും മറ്റു വികാരങ്ങളിലൂടെ നമ്മളറിയാതെ നമ്മുടേതല്ലാത്തതായ കാരണങ്ങളാൽ നമ്മൾ വേറൊരാളുടെ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അതിൽ നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ടുള്ള മനസ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വളരെ മുമ്പ് കാണുമ്പോൾ നല്ല ഡൈയൊക്കെ ഉണ്ടായിരുന്നു, കറുത്ത മുടിയൊക്കെ വെച്ചിട്ട് നല്ല ക്ലീൻ ഷേവൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ഈ ചേഞ്ച് എന്താണ് പറ്റിയതാണ്? ജീവിതത്തെ കുറച്ചുകൂടെ ആത്മാർത്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നാച്ചുറലാണ്, റിയലാണ്. ഇതാണ് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം തോന്നുന്നു. ആണല്ലേ? മറ്റേ നമുക്ക് കുറച്ച് ജോലിപ്പാടൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, ഇതാണല്ലോ ഞാൻ. ഇതല്ലാതാക്കാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ മറ്റേത് കളറടി എന്ന് പറയുന്നത്. അതൊന്നും വേണ്ട. ഇങ്ങനെ കണ്ടിട്ടാരെങ്കിലും നല്ലതെന്ന് പറഞ്ഞിരുന്നു? ഇതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. പറഞ്ഞ പോലെ ഇന്നിപ്പോൾ കുറച്ചും കൂടി ടാലൻറ്റ് പൂൾസിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടി പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ കുറേയും കൂടി ടാലൻറ്റ് പൂൾസ്. അപ്പോൾ അതിൽ രാജുവിനെ വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു ആലോചനകളിൽ ഇന്നത്തെ തലമുറയിൽ ഏതെങ്കിലും താരങ്ങൾ ഇനി ഇവരെ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ ആലോചിക്കുമ്പോൾ ഇവർ ആരെങ്കിലും വരുന്നോ, ശല്യം ചെയ്യുന്നോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ശല്യം ചെയ്യുന്നതല്ല. നമ്മുടെ സിനിമകളിലേക്ക് സന്തോഷത്തോടുകൂടി വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. അത് എല്ലാ രംഗത്തും, ആർട്ടിസ്റ്റുകളെന്ന് മാത്രമല്ല, പല രീതിയിലും. അത് നമുക്ക് തരുന്ന വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷെങ്കിൽ ഞാനൊരു സിനിമയിലേക്ക് സമീപിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. നേരത്തെ വളരെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ കാണാത്ത ഒരു സിനിമ, ആ സിനിമയുടെ അന്വേഷണമാണ് ഉണ്ടാകുന്നത്. അതിന് കൃത്യമായി എത്താൻ കഴിയുന്നത് ആർക്കാണ്? അത് ആളുടെ ആകാരത്തിലുണ്ടാകും, മറ്റ് അഭിനയ രീതികളിലുണ്ടാകും ഒക്കെ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുമ്പോൾ ആ സിനിമയെ 100% ചേർന്ന് നിന്ന്, അതാണ് ആടുജീവിതത്തിൽ പൃഥ്വിയുടെ ഒരു ക്യാരക്ടറിന് കൊടുത്ത വില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയുണ്ടാവട്ടെ, കഥയുണ്ടാവട്ടെ, എഴുത്തുണ്ടാവട്ടെ എന്നുള്ളതാണ്. തുടങ്ങിയില്ല, അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. തുറന്നു പറയാൻ എന്തായാലും പറയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ അപ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാരായിരിക്കും അഭിനയിക്കുന്നത്. ഈ എഴുത്തിൻ്റെ അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടില്ല, ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ അവരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. പിന്നെ വളരെ പ്രഗത്ഭരായ ആൾക്കാരാണല്ലോ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ. വളരെ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്, അഭിനയിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ആൾക്കാരാണ്, സമ്പന്നമാണ്. എനിക്ക് അവരെക്കുറിച്ചുള്ള പ്രയാസവും വിഷമവും എന്ന് പറഞ്ഞാൽ, ഇപ്പം മമ്മൂക്കായ്ക്കും ലാലേട്ടനും ഒക്കെ കിട്ടിയപ്പോൾ പത്മരാജൻ സാറുണ്ടായിരുന്നു, ലോഹിയേട്ടനുണ്ടായിരുന്നു, MD സാറുണ്ടായിരുന്നു, അങ്ങനെ ഒരു വലിയ ദാമോദരൻ മാഷുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു എഴുത്തുകാരുടെ വലിയ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അവർക്ക് സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായി. പക്ഷേ പുതിയ തലമുറയിൽ പെടുന്നവർക്ക് വ്യത്യസ്തമായ ഇനിയും കൂടുതൽ സാധ്യതകൾ ഉണ്ടാവട്ടെ. അവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് അല്ലേ? അവർക്കും കൂടുതൽ ഇതുണ്ടാവട്ടെ. അവരുടെ അതിനിടയ്ക്ക് അവരെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ എവിടെയെങ്കിലും ഒക്കെ ഇടവരട്ടെ എന്നുകൂടെ ഞങ്ങളും കൂടത്തെ ഒന്ന് പറയുകയാണ്.
ഇനി കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? രണ്ട് മൂത്താൾ ആർക്കിടെക്റ്റാണ്. അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, MArch കഴിഞ്ഞ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ BTech കഴിഞ്ഞ് ജോലി ഉണ്ടായിരുന്നു, ജോലി റിസൈൻ ചെയ്തിട്ടിപ്പം ആനിമേഷൻ പഠിക്കാനായിട്ട് US-ലാണ്. രണ്ടുപേർക്കും സിനിമയോട് അച്ഛൻ്റെ വഴി ആനിമേഷൻ സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ഫിലിംസും കാര്യങ്ങളും ഒക്കെയാണ്. അയാളും സിനിമയിലേക്ക് വരും. സിനിമയിലായിരിക്കുമോ എന്നറിയത്തില്ല. ഫിലിം ആൻഡ് ആനിമേഷനാണ് പഠിക്കുന്നത്. അതെ അതെ. ചിലപ്പോൾ ആനിമേഷൻ ഫിലിംസ് ആയിരിക്കും ചിലപ്പം ചെയ്യുക. അതൊക്കെ അവരുടെ അതെ ചോയ്സാണ്. അതെ, എന്തായാലും നമ്മൾ അതിനകത്ത് ഇടപെടാനില്ല. തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഒരുപാട് അധ്വാനം ഓരോ സിനിമയ്ക്കും. ഇപ്പം കാഴ്ച എന്ന സിനിമയ്ക്ക് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള അതിനേക്കാൾ കൂടുതൽ പ്രഷറിലാണ് നമുക്കുണ്ടാവുക. കാഴ്ചയ്ക്ക് എനിക്ക് എന്നെക്കുറിച്ചൊരു മുൻധാരണയോ മുൻവിധിയോ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഇതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓഡിയൻസോ ഇല്ല. അപ്പോൾ എനിക്ക് വളരെ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് ഒരു നല്ല സിനിമയിൽ നിന്ന് ഏറ്റവും ചേർന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഈ അടുത്ത കഥ ഏതെങ്കിലും നോവലൊന്നും അഡാപ്ഷൻ അല്ലല്ലോ, സ്വന്തം കഥ, മൗലികമാണ്. മൗലിക. അപ്പോൾ അതിൽ എഴുത്തുപുരയിലേക്കാണ് അതെ എഴുത്ത് നടക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ ഗുരുവിന് ദോഷം ചെയ്യാത്ത മറ്റൊരു വലിയ സിനിമയായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.